കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ ഈ കാലയളവിൽ തങ്ങളുടെ പഞ്ചായത്തുകളിൽ എന്തൊക്കെ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്നതിലേക്കൊരു തിരിഞ്ഞുനോട്ടമാണ് എന്റെ പഞ്ചായത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇടുക്കി ജില്ലയിലെ കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോളാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. സ്വാഗതം ശ്രീമതി നിസാമോൾ. കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്താണ് കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത്. ഈ കർഷകരുടെ ഉന്നമനത്തിനായി കൃഷിയെ പരിപോഷിക്കുന്നതിനുമായി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നിലവിൽ നടപ്പിലാക്കി വരുന്നത്? കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നമ്മൾ പഞ്ചായത്തിൽ നെൽകൃഷി പ്രോത്സാഹനം, നമ്മുടെ കൃഷിക്കാർക്ക് കൊടുക്കുന്ന വളങ്ങള് അതുപോലുള്ള സബ്സിഡികള്, പച്ചക്കറി കൃഷിക്കുള്ള സബ്സിഡികള്, പിന്നെ വാഴകൃഷി, പിന്നെ നമ്മുടെ കുമ്മായം, വേപ്പിമിണ്ണാക്ക്, അങ്ങനെയുള്ള നിരവധിയായ പദ്ധതികൾ നമുക്ക് കൃഷിക്കാർക്ക് വേണ്ടി നമ്മൾ ജൈവ കൃഷി അവലംബിക്കുന്നതിനുള്ള അതിന് ഊന്നൽ കൊടുത്തുകൊണ്ട് പഞ്ചായത്തിൽ കാർഷിക മേഖലയ്ക്ക് ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ട് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ സംസ്ഥാനത്തൊട്ടാകെ വന്യജീവി സംഘർഷം രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഇടുക്കിയെ സംബന്ധിച്ച് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നു എന്നും പറയുന്നു. ഇന്നും കാട്ടാനക്കല്ലിയിൽ ഒരു ജീവൻ പൊലിഞ്ഞത് ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. അത്തരത്തിൽ കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ ഇത്തരത്തിൽ വന്യജീവി ശല്യങ്ങൾ ഉണ്ടോ? നമ്മുടെ കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ മുളപ്പുറം, തൊമ്മൻകുത്ത് ഭാഗങ്ങൾ വനമേഖലയിൽ ഉൾപ്പെടുന്ന കുറെ ഭാഗങ്ങളുണ്ട്. നമുക്ക് തൊമ്മൻകുത്ത് ടൂറിസം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മുളപ്പുറം, തൊമ്മൻകുത്ത് ഭാഗം വനമേഖലയാണ്. അപ്പൊ അവിടെ നിന്നും നമുക്കിപ്പോ നിരവധിയായ നമ്മുടെ കർഷകരുടെ കൃഷികൾ നശിപ്പിക്കുന്ന വിധത്തിലുള്ള കാട്ടുപന്നികളുടെ ആക്രമണവും കാട്ടാനശല്യവും ഈയിടെയായിട്ട് കുറെ നാളുകളായിട്ട് കാട്ടാനശല്യവും നമ്മുടെ കൃഷിയൊക്കെ നശിപ്പിക്കുന്ന വിധത്തിൽ കാട്ടാനശല്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ കുരങ്ങുകള്, അങ്ങനെ വന്യമൃഗങ്ങള് നമ്മളിപ്പം നിലവിൽ നമ്മുടെ നാട്ടുപ്രദേശത്തേക്ക് ഇറങ്ങി വന്നൊരു സാഹചര്യം നമുക്ക് നിലവിൽ ഇപ്പോൾ ഈ അടുത്തിടെയായിട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ കർഷകരുടെ കൃഷികളെല്ലാം നശിപ്പിച്ചുള്ള രീതിയിലേക്ക് വാഴ കൃഷികളൊക്കെ നമ്മുടെ കുറച്ച് നാൾ മുമ്പ്, ഒരു 3-4 മാസം മുമ്പ് കാട്ടാന ഇറങ്ങി നമ്മുടെ മുളപ്പുറം ഭാഗത്തുള്ള കൃഷിക്കാരുടെ കൃഷിയിടങ്ങളിൽ ഇറങ്ങി അവരുടെ വാഴ കൂട്ടത്തോടെ നശിപ്പിക്കുന്ന ഒരു പ്രശ്നം, ഗുരുതരമായ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുരങ്ങുകളുടെ ശല്യമുണ്ട്. പിന്നെ വന്യമൃഗങ്ങൾ, നമ്മളിപ്പോ എന്തെങ്കിലും നമ്മൾ നട്ടു വെക്കുമ്പോൾ അത് വന്യമൃഗ ശല്യം കാരണം ഇങ്ങനെ പല കർഷകർക്ക് ഭയങ്കര തീരെ നഷ്ടം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇതിനെതിരെ എന്ത് നടപടിയാണ് പഞ്ചായത്ത് സ്വീകരിച്ചു വരുന്നത്? ഇപ്പൊ നമ്മൾ ഇതിനെതിരെ നമ്മളിപ്പോ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഒന്നടങ്കം നമ്മൾ ഭരണസമിതി ഒന്നാകെ റെസൊല്യൂഷൻ പാസ്സാക്കി നമ്മുടെ ഫെൻസിങ് പോലുള്ള വന്യജീവികളുടെ ആക്രമണം ഉണ്ടാകാതിരിക്കുന്നില്ല, ആന പോലുള്ള വന്യമൃഗങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ട് ഫെൻസിങ് പോലുള്ള വനമേഖലയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ റെസൊല്യൂഷൻ പാസ്സാക്കി നമ്മൾ വനമന്ത്രിക്ക് കൈമാറുന്നതിനുള്ള നടപടികൾ നമ്മൾ കഴിഞ്ഞ കമ്മിറ്റിയിൽ സ്വീകരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും നടപടികൾ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് ഞങ്ങൾ നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് പഞ്ചായത്ത് കമ്മിറ്റിയിൽ. തീർച്ചയായും അത്തരത്തിലുള്ള സഹായങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ കാർഷിക മേഖലയുമായി ചില പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ പോലും നിരവധിയായിട്ടുള്ള പുരസ്കാര നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് ഇത്. ഈ മെഡിക്കൽ രംഗത്തടക്കം ആർദ്രം പുരസ്കാരം, NABH പുരസ്കാരം തുടങ്ങിയ നേട്ടങ്ങളെല്ലാം തന്നെ പഞ്ചായത്ത് കൈവരിച്ചിട്ടുണ്ടല്ലേ? 2018-19 ആദ്യം ഞങ്ങൾ കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിന് ഇടുക്കിയിലെ ഒന്നാമത് നമ്മുടെ ആർദ്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 2023-24 സാമ്പത്തിക വർഷത്തെ ഇടുക്കി ജില്ലയിലെ ഒന്നാമതായിട്ടുള്ള പഞ്ചായത്ത് ആർദ്ര പുരസ്കാരം ഒന്നാം സ്ഥാനം നമുക്ക് ഇടുക്കി ജില്ലയിൽ ലഭിച്ചിട്ടുണ്ട്. പിന്നെ കൂടാതെ തന്നെ നമ്മുടെ മെഡിക്കൽ മേഖല നമ്മുടെ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ജനങ്ങൾക്കൊന്നും യാതൊരുവിധ പരാതിയില്ലാതെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ FSSC ആണെങ്കിലും, പിന്നെ നമുക്കറിയാം നമ്മുടെ ആയുർവേദ ആശുപത്രികളിൽ NABH അംഗീകാരവും നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ അടുത്ത് നിന്ന് അതിന്റെ പുരസ്കാരവും നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ തിരുവനന്തപുരത്ത് പോയി നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ പക്കൽ നിന്നും അതിന്റെ പുരസ്കാരവും ഏറ്റുവാങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഹോമിയോ ഹോസ്പിറ്റലുകൾ, അതുപോലെ പാലിയേറ്റീവ് രംഗങ്ങൾ, അതിലെല്ലാം നമ്മുടെ പഞ്ചായത്ത് നല്ല രീതിയിൽ തന്നെ ജനങ്ങളുടെ എല്ലാം ക്ഷേമം നല്ല രീതിയിൽ മുൻനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മെഡിക്കൽ രംഗത്ത് നല്ല രീതിയിലൊരു മുന്നേറ്റം നമുക്ക് കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും അഭിമാനകരമായ നേട്ടം തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് കൈവരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഈ ഒരു പഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ ഹരിത വിദ്യാലയം, ഹരിത അംഗനവാടി, ഹരിത ഓഫീസ്, ഹരിത
ടൗൺ, ഹരിത ടൂറിസം എന്നടക്കമുള്ള നേട്ടങ്ങളും സ്വന്തമാക്കിയിട്ടുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് അല്ലേ? നമ്മുടെ പഞ്ചായത്ത് സംസ്ഥാന സർക്കാരിന്റെ മാലിന്യം മുക്ത നവകേരളം, അതായത് നമ്മുടെ പഞ്ചായത്തും അതിന്റെ മുന്നോടിയായിട്ട് സംസ്ഥാനത്തൊട്ടാകെ മാലിന്യമുക്ത സംസ്ഥാനമാക്കുന്നതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ കരുവന്നൂർ ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഭരണസമിതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഓരോ ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു വന്ന പഞ്ചായത്ത് ഭരണസമിതിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഓരോ പദ്ധതികളിലും ഞങ്ങൾ നല്ല തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ജനങ്ങളുടെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാണ് ഭരണസമിതി മൊത്തം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പഞ്ചായത്തിന്റെ ഭരണത്തിൽ തന്നെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമുക്കിവിടെ മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട് കരുവന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്കറിയാം, നമ്മുടെ ഹരിത കേരള മിഷന്റെ ഒക്കെ നേതൃത്വത്തിൽ നമ്മുടെ ടൗൺ ഹരിത ടൗൺ ആയി പ്രഖ്യാപിക്കുകയും ഹരിത നമ്മുടെ സ്കൂളിൽ പഞ്ചായത്തിൽ 11 സ്കൂളുകളാണ്. 11 സ്കൂളും ഹരിത വിദ്യാലയമായി പ്രഖ്യാപിക്കുകയും 18 അംഗൻവാടികളാണ് നമുക്ക് നിലവിലുള്ളത്. 18 അംഗൻവാടികളും ഹരിത അംഗൻവാടികളായി പ്രഖ്യാപിക്കുകയും കൂടാതെ അയൽക്കൂട്ടങ്ങൾ ഞങ്ങൾക്ക് ആകെ 184 അയൽക്കൂട്ടങ്ങളാണ്. ആ 184 അയൽക്കൂട്ടങ്ങളെയും ഹരിത അയൽക്കൂട്ടങ്ങളായി പ്രഖ്യാപിക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ ഞങ്ങളുടെ കരുവന്നൂർ ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോളാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഈ ഹരിത മേഖലയിലടക്കം ഹരിത വിദ്യാലയം, ഹരിത അംഗനവാടി, ഹരിത ഓഫീസ്, ഹരിത ടൗൺ, ടൂറിസം നേട്ടങ്ങൾ, ഇത്തരത്തിൽ ഈ മൊത്തത്തിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ കാട്ടാനക്കലിയിൽ ഒരു ജീവൻ പൊലിഞ്ഞതടക്കം ഈ ഇടുക്കി ജില്ലയെ കേന്ദ്രീകരിച്ച് നടക്കുമ്പോൾ പോലും അതിനെതിരെയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കുടിവെള്ള പദ്ധതികളിൽ അടക്കം തന്നെ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. ടൂറിസത്തിന് അനന്തമായ സാധ്യതയുള്ള ഒരു പഞ്ചായത്താണ്. നിരവധി വെള്ളച്ചാട്ടങ്ങളടക്കം വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ പോരുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ കാഴ്ചവെക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. ആരോഗ്യ മേഖലയിലടക്കം നിരവധി നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. പാലിയേറ്റീവ് അംഗങ്ങൾക്കായാലും ശരി, ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എത്തിക്കാൻ കഴിയുമോ അത്തരത്തിലുള്ള സാധ്യതകളെല്ലാം തന്നെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ വയോജനങ്ങൾക്കായിട്ടുള്ള പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ട്. ജനക്ഷേമപരമായിട്ടുള്ള പദ്ധതികളെല്ലാം തന്നെയാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക പദ്ധതികളും അതോടൊപ്പം തന്നെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പിന്നോക്ക വിഭാഗ ജനങ്ങൾക്കായാലും തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, ശ്രീമതി നിസാമോൾ. എത്തരത്തിലാണ് പിന്നാക്ക വിഭാഗ ജനങ്ങൾക്കായുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് മുന്നോട്ട് കൊണ്ടുവരുന്നത്? നമ്മുടെ സമൂഹത്തിലെ പിന്നോക്ക സമുദായത്തിലുള്ള ആളുകളെ നമ്മുടെ മുൻനിരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധിയായ പദ്ധതികൾ നമ്മളിപ്പോൾ ആവിഷ്കരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഭവനം, നമുക്ക് ഏറ്റവും നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് വീട് നൽകുക, അതുപോലുള്ള അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക, അതുപോലെ നിരവധിയായ അവർക്ക് അർഹതപ്പെട്ട നമുക്കിപ്പോ ഞങ്ങൾക്കാണെങ്കിൽ SC വിഭാഗത്തിൽപ്പെട്ട കുറെ ആളുകൾ നമ്മുടെ പഞ്ചായത്തിൽ തന്നെയുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടി നമ്മൾ നിരവധിയായ അവരുടെ വയോജനങ്ങളിൽപ്പെട്ട ആളുകൾക്കാണെങ്കിലും കട്ടിൽ വിതരണവും, പിന്നെ നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പുകളും വിതരണവും, അവരുടെ പഠനോപകരണങ്ങൾ വിതരണം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടും നിരവധിയായ സഹായങ്ങൾ, വീട് മെയിൻ്റനൻസ്, അങ്ങനെ എല്ലാം തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ പദ്ധതികൾ എടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അത് എല്ലാ വർഷവും അത് തന്നെ പദ്ധതികൾ അവരുടെ ഗ്രാമസഭകൾ വിളിച്ചുകൂട്ടുകയും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞതിന് ശേഷം നമ്മൾ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്ത് നടപ്പിലാക്കി വരുന്നു. തീർച്ചയായും തുടർന്നുള്ള ഭരണവും ഉചിതമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി നിസാമോൾ. കൊല്ലം ജില്ലയിലെ പൂതക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്മിണിയമ്മ, ഇടുക്കി ജില്ലയിലെ കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ എന്നിവരാണ് നമ്മളോടൊപ്പം പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ പങ്കുവച്ചത്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.